ആ തെളിവ് നശിപ്പിക്കൽ അടക്കം പ്രതി ശ്രമിച്ചു, നശിപ്പിക്കാൻ പ്രതി ശ്രമിച്ചു എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി 5 വർഷം കൂടി അധിക തടവ് വിധിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ കൊലപാതകം നടത്തിയതിന് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുന്നു. അതിന് പിന്നാലെ പ്രതി തെളിവ് നശിപ്പിക്കൽ കൂടി നടത്തി എന്നുള്ള കുറ്റകൃത്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പ്രതിക്ക് 5 വർഷം കൂടി അധിക തടവും ഒപ്പം തന്നെ 4,25,000 രൂപ ശിക്ഷയും കോടതി വിധിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും വിധി പ്രസ്താവം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പ്രോസിക്യൂട്ടറുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഒപ്പം ഈ സജിതയുടെ കുടുംബത്തിന് പ്രതികരണം നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട സമയത്ത്. വകുപ്പുകളിൽ കൂടി കോടതി വ്യക്തത വരുത്തുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകളിൽ ശിക്ഷ എന്നുള്ളത്? കൊലപാതകം, ഒപ്പം അതിക്രമിച്ച് കടക്കൽ. ഈ 2 വകുപ്പുകളിലായിട്ടാണ് ഇരട്ട ജീവപര്യന്തം വരുന്നത്. മറ്റൊരു കാര്യം തെളിവ് നശിപ്പിക്കൽ. അതിന് 5 വർഷം തടവ് കോടതിയുടെ വിധിയിൽ ഇപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. ഇതിനൊപ്പമാണ് ഈ 4,25,000 രൂപ പിഴയും ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരിക്കുന്നത്. കൊലപാതകം, അതിക്രമിച്ച് കടക്കൽ എന്നീ വകുപ്പുകളിൽ ഇരട്ട ജീവപര്യന്തവും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം ശിക്ഷയും അതിനൊപ്പം 4,25,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. ആ പിഴ ശിക്ഷയുടെ കാര്യത്തിൽ എത്ര തുകയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റം വരുന്നുണ്ട്. ഈ 4,25,000 രൂപ എന്നുള്ളതിൽ നിന്ന് അതിലൊരു വ്യത്യാസം വരുന്നതായി കൂടി മനസ്സിലാക്കുന്നു. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഇരട്ട ജീവപര്യന്തവും അതിനൊപ്പം 5 വർഷം തടവ് ശിക്ഷയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ശിക്ഷാവിധി പൂർത്തിയായിരിക്കുകയാണ്. ഈ കൊലപാതകം 302 അതോടൊപ്പം തന്നെ അതിക്രമിച്ച് കടക്കൽ, ഈ 2 കുറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പിഴയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനുശേഷം ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് 5 വർഷം അധിക തടവ് പ്രതിക്ക് കോടതി മുറിക്കുള്ളിൽ നിന്ന് ഒരു വിവരം കൂടി വരുന്നത് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ആ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കൂടി കോടതി ഇപ്പോൾ ഈ ശിക്ഷാവിധിയിൽ വ്യക്തമാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇരട്ട ജീവപര്യന്തം അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ഈ ശിക്ഷ എന്ന് കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പരാമർശം വരുന്നതായി മനസ്സിലാക്കുന്നു. സമീർ. ഉന്മേഷ്, നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. ഏതായാലും ഇരട്ട ജീവപര്യന്തം ശിക്ഷ പ്രതി ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ 1 ജീവപര്യന്തമായി ചുരുങ്ങുമെന്നുള്ളത്. അങ്ങനെ പ്രതി 1 ജീവപര്യന്തമാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ശിക്ഷാവിധി ഏതാണ്ട് പൂർത്തിയാവുകയാണ്. DYSP അടക്കമുള്ള ഒപ്പം തന്നെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കമുള്ള പോലീസുകാർ ഈ നിലവിൽ കോടതിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രതിക്ക് തടവിന് പുറമെ ഈ പിഴ തുകയും അടക്കേണ്ടതുണ്ട്. പിഴ അടക്കാത്ത പക്ഷം കോടതി കൂടുതൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ശിക്ഷാവിധി ഏതാണ്ട് പൂർത്തിയാകുന്നു. പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം നടത്തിയിരിക്കുന്ന ഇരട്ട കൊലപാതകം കൂടി കോടതി പരാമർശിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതുകൂടി പരിഗണിച്ചു എന്ന് ഒരുപക്ഷെ പറയാവുന്ന തരത്തിൽ കോടതി പരാമർശിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. പ്രോസിക്യൂഷന്റെ വാദവും അത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പ്രതി ആദ്യം ഒരു കൊലപാതകം നടത്തുന്നു, അതിനുശേഷം പ്രതി ഒരു ഇരട്ട കൊലപാതകം കൂടി നടത്തിയെന്ന് വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. എന്നാൽ എതിർഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ 2 കൊലപാതകങ്ങൾ കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി അതുകൂടി പരിഗണിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതുകൂടി നിരീക്ഷിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ 5 വർഷത്തെ തടവ് ശിക്ഷയും അനുഭവിക്കണം. അത് ഈ തെളിവ് നശിപ്പിച്ചതിനാണ്. പിഴ ശിക്ഷ 3,25,000 രൂപയായി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ 4,25,000 രൂപ പിഴയും അടയ്ക്കണമെന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. 3,25,000 രൂപ പിഴയും അടയ്ക്കണം. ഇരട്ട ജീവപര്യന്തമാണ്. ഇത് 2ഉം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണം പ്രതിക്ക് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. എങ്കിൽ വിധിപ്രസ്താവത്തിന്റെ തുടക്കത്തിൽ ഇത് അപൂർവമായ കേസല്ല എന്ന് കോടതി പറയുകയുണ്ടായി. പക്ഷേ പ്രതി കുറ്റകൃത്യം ആവർത്തിച്ച കാര്യം കോടതി വിധിപ്രസ്താവത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം ഇരട്ട കൊലപാതകം നടത്തി, അങ്ങനെ വീണ്ടും പ്രതി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. കൊലപാതകം, അതിക്രമിച്ച് കടക്കൽ എന്നീ 2 വകുപ്പുകൾ. ഈ 2 വകുപ്പുകളിലായിട്ടാണ് ഇരട്ട ജീവപര്യന്തം
തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കോടതി. അതിനൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കലിൽ ഒരു 5 വർഷം കൂടിയുണ്ട്. പിന്നീട് പിഴ ശിക്ഷ അത് 3,25,000 രൂപയാണ്. ഇരട്ട ജീവപര്യന്തം ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതി എന്നുള്ള കാര്യം കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു. അല്പസമയത്തിനകം പ്രതി ചെന്താമരയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. ശിക്ഷാവിധി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെയുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ സജിതയുടെ കുടുംബം അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണവും എന്താണെന്നത് അറിയേണ്ടതുണ്ട്. തങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ട് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ വേണം എന്ന് സജിതയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഒരു സാക്ഷി ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് നാടുവിട്ട് പോയതുമാണ് ഈ ചെന്താമരയെ ഭയന്ന്. ചെന്താമരയുടെ വലിയ ഭീഷണിയുണ്ട് തങ്ങൾക്ക് എന്ന സാക്ഷി നേരത്തെ പറഞ്ഞിരുന്നു. അവർ നാടുവിട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അതിനൊപ്പം 5 വർഷം തടവ് ശിക്ഷ കൂടിയുണ്ട്. 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ശിക്ഷാവിധി പ്രസ്താവത്തിലുണ്ട് എന്നുള്ളത് അല്പസമയത്തിനകം വ്യക്തമാകും. ഇനി പ്രോസിക്യൂഷന്റെ ഉൾപ്പെടെ പ്രതികരണം വരേണ്ടതുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണവും അതിനൊപ്പം വരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.